എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വളരെ വലിയ ചില ആശയങ്ങളെപ്പറ്റി ലളിതമായി സംസാരിക്കാൻ പോവാണ്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യത്തോടെ തുടങ്ങാം, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഉള്ളിലാണെങ്കിലോ എന്തായിരിക്കും? ഇത് തത്വചിന്തകർ ഒരുപാട് കാലമായി തലപുകഞ്ഞ് ആലോചിക്കുന്നൊരു കാര്യമാണ്. അപ്പോ ഈയൊരു ചോദ്യത്തിനുത്തരം തേടി നമ്മൾ പോകുന്നത് പുരാതന ഭാരതീയ തത്വചിന്തയിലേക്കാണ്. ശങ്കരാചാര്യരുടെ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്നൊരു മഹത്തായ കൃതിയുണ്ട്. അതിലിതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണ്? വളരെ സിമ്പിളാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു സ്തുതിഗീതം. നമ്മളിവിടെ സംസാരിക്കുന്ന ഈ സ്തോത്രം അത് സമർപ്പിച്ചിരിക്കുന്നത് ദക്ഷിണാമൂർത്തിക്കാണ്, അതായത് അറിവിൻ്റെ പരമോന്നത ഗുരുവായിട്ടുള്ള ശിവന്റെ ഒരു രൂപം. അപ്പോൾ നോക്കൂ, ഈ സ്തോത്രത്തിന് പിന്നിൽ വളരെ നീണ്ട, ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രമുണ്ട്. AD 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ ഇത് രചിക്കുന്നു. പിന്നാലെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെ ഇതിനൊരു വ്യാഖ്യാനം എഴുതുന്നു. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞ് 17-ാം നൂറ്റാണ്ടിലൊക്കെ വേറെയും വ്യാഖ്യാനങ്ങൾ വരുന്നു. അപ്പോൾ തലമുറകളായി ആളുകൾ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരു കൃതിയാണത്. ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരാം. ഇത് നമ്മൾ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നതിനെ മുഴുവനായിട്ടും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ സ്തോത്രം മായ എന്നൊരു ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് മായ? നമ്മളീ കാണുന്ന ലോകം, ഈ പ്രപഞ്ചം, അതൊരു തരം ഇല്യൂഷൻ, ഒരു മിഥ്യാബോധം ആണെന്ന് പറയുന്നു. ഒരു കണ്ണാടിയിലെ പ്രതിഫലനം പോലെ. ആ പ്രതിഫലനം ഉണ്ടാക്കുന്ന ശക്തിയാണ് മായ. അപ്പോൾ ആ ഒരു ഉപമ ശരിക്കും ആലോചിച്ച് നോക്കൂ. സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം പറയുന്നത് ഈ ലോകം കണ്ണാടിയിൽ കാണുന്ന ഒരു നഗരം പോലെയാണെന്നാണ്. അത് പുറത്താണെന്ന് നമുക്ക് തോന്നും, അല്ലേ? പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം കണ്ണാടിയുടെ ഉള്ളിലാണ്. അതുപോലെ നമ്മൾ ഈ പുറത്ത് കാണുന്ന ലോകവും യഥാർത്ഥത്തിൽ നമ്മളെ ഉള്ളിലാണെന്നാണ് ഈ സ്തോത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം എടുക്കുന്നുണ്ട്. സ്വപ്നം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ അത് 100% റിയലായിട്ടല്ലേ തോന്നുന്നത്? അവിടെ വസ്തുക്കളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഒരു ഞാനുണ്ട്. പക്ഷെ ഉണർന്നു കഴിയുമ്പോഴോ അതെല്ലാം അപ്രത്യക്ഷമാവുന്നു. ഇതേപോലെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജാഗ്രത് ലോകവും എന്നാണ് പറയുന്നത്. ഒരു ആത്മീയമായ ഉണർവുണ്ടാകുമ്പോൾ ഈ ലോകവും ഒരു സ്വപ്നം പോലെ മാഞ്ഞുപോകും. ഓക്കെ, അപ്പോൾ ഈ ലോകം ഒരു പ്രതിഫലനമാണ്, ഒരു സ്വപ്നം പോലെയാണെങ്കിൽ പിന്നെ എന്താണ് സത്യം? എന്താണ് ഇതിൻ്റെയൊക്കെ ഉറവിടം? ഇതാണ് ഈ സ്തോത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രപഞ്ചത്തിൻ്റെയെല്ലാം ഉറവിടമായി ഈ സ്തോത്രം പറയുന്നത് ആത്മാവിനെയാണ്, അഥവാ നമ്മുടെ യഥാർത്ഥ ഞാൻ. ഇത് നമ്മുടെ ശരീരമല്ല, മനസ്സല്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം അറിയുന്ന, എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ള, മാറ്റമില്ലാത്തൊരു ബോധം, അതാണ് ആത്മാവ്. ഇത് മനസ്സിലാക്കാൻ സ്തോത്രത്തിലെ 2-ാമത്തെ ശ്ലോകം ഒരു മനോഹരമായ ഉദാഹരണം തരുന്നുണ്ട്. ഒരു ചെറിയ വിത്ത് കണ്ടിട്ടില്ലേ? അതിനുള്ളിലാണ് ഒരു വലിയ മരം മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നത്, അല്ലേ? അതേപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ആത്മാവിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ആശയത്തിന്റെ വലിപ്പം. ഇതെല്ലാം നമ്മളെ ഭാരതീയ തത്വചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലേക്കാണ് എത്തിക്കുന്നത്. തത്വമസി, അതായത് അത് നീയാകുന്നു. ആ പരമമായ സത്യം, ആ പ്രപഞ്ചബോധം, അത് നിങ്ങളിൽ നിന്ന് വേറെയല്ല, അത് നിങ്ങൾ തന്നെയാണ് എന്ന തിരിച്ചറിവാണിത്. ശരി. അപ്പോൾ ഈ മായയും അല്ലെങ്കിൽ മിഥ്യാബോധവും യഥാർത്ഥ സത്യവും തമ്മിൽ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുക? അതിനെന്താണ് വഴി? അതിനുള്ള ഒരേ ഒരു മാർഗം ജ്ഞാനമാണ് എന്നാണ് സ്തോത്രം പറയുന്നത്. വെറും അറിവല്ല, തിരിച്ചറിവ്. അതിനും മനോഹരമായ ഒരു ഉപമയുണ്ട്. ഒരു കുടം സങ്കൽപ്പിക്കുക. അതിന് ഒരുപാട് ദ്വാരങ്ങളുണ്ട്. ആ കുടത്തിനകത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ആ വിളക്കിന്റെ വെളിച്ചം ഈ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു. അതുപോലെയാണ് കാര്യങ്ങൾ. ഇവിടെ ആ കുടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതിലെ ദ്വാരങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, കാഴ്ച, കേൾവി, അങ്ങനെയുള്ളവ. ഉള്ളിലെ ആ വിളക്ക്, അതാണ് ആത്മാവ്, അല്ലെങ്കിൽ നമ്മുടെ ബോധം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആത്മാവാകുന്ന ആ വെളിച്ചം ഇന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വന്ന് ഈ ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ ജ്ഞാനം പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല. നിങ്ങളുടെ ഉള്ളിലിരുന്ന് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആ ബോധം തന്നെയാണ് എല്ലാറ്റിൻ്റെയും ഉറവിടമെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനം. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണ് കാര്യം? ഈ ഒരു തിരിച്ചറിവ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്താണ്? ഇതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ: മോക്ഷം, അഥവാ സ്വാതന്ത്ര്യം. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? സംസാരമെന്നു പറയുന്ന ജനനമരണങ്ങളുടെ ദുരിതങ്ങൾ നിറഞ്ഞ വളരെ വളരെ നീണ്ട ഒരു ചക്രമുണ്ട്. അതിൽ നിന്നുള്ള മോചനമാണ് ഈ ജ്ഞാനത്തിന്റെ ലക്ഷ്യം. അതായത്
നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാത്തിൻ്റെയും മാറ്റമില്ലാത്ത ഉറവിടമായ ആ ആത്മാവ് തന്നെയാണ് നിങ്ങളെന്ന് അറിയുന്ന നിമിഷം നിങ്ങൾ എല്ലാ പരിമിതികളിൽ നിന്നും, എല്ലാ പാപങ്ങളിൽ നിന്നും, ജനനമരണങ്ങളിൽ നിന്നും മോചിതരാകുന്നു. കാരണം നിങ്ങൾ താൽക്കാലികമായ ഈ ശരീരമല്ല, മറിച്ച് ശാശ്വതമായ ആ ബോധമാണ്. അപ്പോ ഈ പുരാതനവും ശക്തവുമായ സ്തോത്രം നമ്മളോട് പങ്കുവയ്ക്കുന്ന ഈ ആശയങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ആലോചിക്കാം. നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം നിങ്ങളുടെ ആത്മാവാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം അടിസ്ഥാനമെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്?